ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 23 തീയതി വെള്ളിയാഴ്ച. അന്ന് വസന്ത പഞ്ചമിയാണ്. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 2026 ജാനുവരി മാസം 23 തീയതി പുലർച്ചെ 2:28 മുതൽ 2026 ജാനുവരി മാസം 24 തീയതി പുലർച്ചെ 1:46 വരെയാണ്. അതുകൊണ്ട് തന്നെ വസന്ത പഞ്ചമി ആയി നമ്മൾ ആചരിക്കുന്നത് 2026 ജാനുവരി മാസം 23 തീയതി വെള്ളിയാഴ്ചയാണ്. എന്താണ് വസന്ത പഞ്ചമി? എന്തിനു വേണ്ടിയിട്ടാണ് വസന്ത പഞ്ചമി ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഭാരതീയർ ആചരിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ വസന്ത പഞ്ചമി, അതായത് മാഘമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥി, അന്ന് സരസ്വതി ദേവിയുടെ ജയന്തിയായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതായത് സരസ്വതി ജയന്തി. അതുകൊണ്ട് തന്നെ ഈ പഞ്ചമിക്ക് സരസ്വതി പഞ്ചമി എന്നും ശ്രീ പഞ്ചമി എന്നും ഭാരതീയ വിശ്വാസമനുസരിച്ച് ജ്ഞാനത്തിൻ്റെ ദേവതയാണ് സരസ്വതി. അതുകൂടാതെ ഒരു പുണ്യനദിയായും സരസ്വതി അറിയപ്പെടുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെയും മോചനത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് ഒരുവനെ നയിക്കുന്നവളാണ് സരസ്വതി. സംസാരത്തിൽ മാധുര്യവും ബുദ്ധിക്ക് തേജസ്സും അറിവും പകർന്നു നൽകുന്ന സരസ്വതി. ഈ സരസ്വതിയെ വിദ്യാശക്തിയെന്നും ജ്ഞാനശക്തിയെന്നും വിളിക്കുന്നു. സരസ്വതി ദേവിയെ ആരാണോ ആരാധിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഏതൊരുവനാണോ സരസ്വതി ദേവിയെ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്, അവന് ആലസ്യം അല്ലെങ്കിൽ മടി മാറുന്നതാണ്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും മടിയാണ്. നാമം ജപിക്കാൻ പോലും അലസതയാണ്, മടിയാണ്. ജോലി ചെയ്യാൻ മടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും മടിയാണ്. പിന്നെ ആകട്ടെ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാത്തതും ഒരു കാര്യത്തിലും നമുക്ക് ഒരു പൂർണ്ണത കിട്ടാത്തതും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ മടിയും അലസതയും ഉണ്ടെങ്കിൽ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു കൊള്ളുക. അങ്ങനെയുള്ള സരസ്വതി ദേവിയുടെ ജയന്തിയാണ് 2026 ജാനുവരി മാസം 23 തീയതി വെള്ളിയാഴ്ച. ദേവിയെ വാഗ്ദേവി എന്നും ശാരദയെന്നും ഭവാനിയെന്നും വാണിയെന്നും സാവിത്രിയെന്നും ബ്രാഹ്മണിയെന്നും ഭാരതിയെന്നും അംബികയെന്നും ഗോമതിയെന്നും ശ്വേതാംബരയെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പേരുകൾ ദേവിക്കുണ്ട്. സത്യലോകമാണ് ദേവിയുടെ വാസസ്ഥാനം. വെളുത്ത നിറത്തിലുള്ള താമരയിലാണ് ദേവി ഇരിക്കുന്നത്. 4 കൈകളാണ് ദേവിക്ക്. ഒരു കൈയിൽ ഗ്രന്ഥം, മറ്റൊരു കൈയിൽ ജപമാല, മറ്റൊരു കൈയിൽ വീണ, മറ്റൊരു കൈയിൽ കമണ്ടലു. ഇങ്ങനെ 4 കൈകളിൽ 4 ദിവ്യമായ വസ്തുക്കൾ പിടിച്ചിരിക്കുന്നു. ദേവിയെ ആരാധിക്കുമ്പോൾ നമ്മൾ ധരിക്കേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിറത്തിലുള്ള വസ്ത്രം, അത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ വെള്ള നിറത്തിലുള്ള വസ്ത്രമോ ആണ്. മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് അതീവ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ബ്രഹ്മദേവനാണ് സരസ്വതി ദേവിയെ സൃഷ്ടിച്ചത്. ഏതൊരുവനാണോ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് അവനെ പരിശുദ്ധനാക്കാൻ സരസ്വതി ദേവിക്ക് കഴിയും. അതിനു കാരണം സരസ്വതി ദേവി ഒരു ദേവി എന്നതിലുപരി ഒരു നദി കൂടി ആണ് എന്നുള്ളതാണ്. കാരണം ഏതൊരുവനെയാണോ ഹിന്ദു വിശ്വാസമനുസരിച്ചിട്ട് പരിശുദ്ധരാക്കാൻ
ഉള്ള ശേഷിയുള്ളത്, ഉള്ള കഴിവുള്ളത് അത് ഭാരതത്തിലെ തീർത്ഥങ്ങൾക്കാണ്. അങ്ങനെയുള്ള ഒരു പുണ്യതീർത്ഥമാണ് സരസ്വതി. അതുകൊണ്ട് തന്നെ നിരന്തരം ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവന് അലസത, മടി എന്നിവ ഉണ്ടാവുകയില്ല. അതുകൂടാതെ തന്നെ അവൻ്റെ വാക്കിലും അവൻ്റെ ചിന്തകളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ ശുദ്ധതയുണ്ടാകും. അവൻ്റെ ശബ്ദത്തിന് മാധുര്യമുണ്ടാകും. അവൻ്റെ ചിന്തകൾക്ക് തെളിമയുണ്ടാകും. അവൻ പൂർണ്ണമായും പരിശുദ്ധനായിത്തീരും. അതുകൊണ്ട് തന്നെ ഈ വസന്ത പഞ്ചമിക്ക്, അതായത് 2026 ജാനുവരി മാസം 23 വെള്ളിയാഴ്ച, എല്ലാവരും മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സരസ്വതീ ദേവിയെ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ആരാധിക്കണം. വ്രതമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ വ്രതമെടുത്തു തന്നെ പ്രാർത്ഥിക്കുക. അന്നേ ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അന്നത്തെ ദിവസം നോൺ വെജ് കൊടുക്കാതിരുന്നു കൊണ്ട് അവരെ കൊണ്ടുകൂടി സരസ്വതീ ദേവിയെ പൂജിപ്പിക്കണം, പ്രാർത്ഥിപ്പിക്കണം. അത് ഓരോ രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടാണ് അടുത്ത തലമുറ വളരുന്നത്. അതുകൊണ്ട് തന്നെ 2026 ജാനുവരി മാസം 23 വെള്ളിയാഴ്ച ദിവസത്തെ പ്രാധാന്യം പ്രത്യേകമായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും അവരവരുടെ കുട്ടികളെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുക്കുകയും, അതുകൂടാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അന്നേ ദിവസം വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും വേണം. വെള്ള നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യാം. സരസ്വതീ ദേവിയുടെ കീർത്തനങ്ങൾ ആലപിക്കാം. സരസ്വതി ക്ഷേത്ര ദർശനം നടത്താം. ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയാൽ ശ്രേഷ്ഠമാണ്. ദേവിക്ക് പാൽപ്പായസം നൈവേദ്യമായി സമർപ്പിക്കാം. തേങ്ങ കൊണ്ടുള്ള ലഡ്ഡു, ആ ലഡ്ഡു ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാം. പഴങ്ങൾ ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാം. പാലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, പാലുകൊണ്ട് പാൽപ്പായസം അല്ലെങ്കിൽ പേട പോലുള്ള മധുര പലഹാരങ്ങൾ, അങ്ങനെ പാലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാം. തൈര് സാദം ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാം. ഇതൊക്കെയാണ് പ്രധാനമായി നമുക്ക് ദേവിക്ക് സമർപ്പിക്കാൻ പറ്റുന്ന നൈവേദ്യങ്ങൾ. കരിമ്പ് വളരെ ശ്രേഷ്ഠമാണ്. കരിമ്പ് ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാം. പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്നേ ദിവസം അത് ചെയ്യാവുന്നതാണ്. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പുതുതായി എന്തെങ്കിലും ഒരു പഠനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അന്നേ ദിവസം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവെ വസന്ത പഞ്ചമിയുമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സരസ്വതീ ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മുതിർന്ന ആളുകളും കൊച്ചുകുട്ടികളും എല്ലാവരും തന്നെ സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കണം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് പഠിക്കുന്ന കുട്ടികളാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ശരിയാണ്, വിദ്യാകാരിണിയാണ് ദേവി. അതുകൊണ്ട് തന്നെ വിദ്യ അഭ്യസിക്കുന്ന എല്ലാവരും തന്നെ സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും ദേവിയാണ് സരസ്വതി. ഒരുവന് അവൻ്റെ പാപമെല്ലാം മാറ്റി അവനെ മോക്ഷത്തിലേക്ക് ഉയർത്തുന്ന നദിയാണ് സരസ്വതി. മുതിർന്നവരുടെ ചിന്തകളും അവരുടെ വാക്കുകളും ശുദ്ധമല്ലെങ്കിൽ കുട്ടികൾ അത്ര നന്നായിട്ടും കാര്യമില്ല. അവരെ നേർവഴി കാണിച്ചു കൊടുക്കുകയും അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യണമെങ്കിൽ മുതിർന്നവരുടെ ചിന്തകളും അവരുടെ വാക്കുകളും ശരിയായിരിക്കണം. എങ്കിൽ മാത്രമേ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ നേർവഴി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും രക്ഷകർത്താക്കളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുക്കുന്ന തെറ്റായ തീരുമാനം
അതൊക്കെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ ആദ്യം ശരിയാകണം. അതിന് അവരുടെ വാക്കുകളും ചിന്തകളും ശുദ്ധമായിരിക്കണം. അവരുടെ ബുദ്ധി നേരെ പ്രവർത്തിക്കണം. അതിനുവേണ്ടി എല്ലാ രക്ഷകർത്താക്കളും നിർബന്ധമായും സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും വേണം. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ചിന്തകൾക്കും ബുദ്ധിക്കും തെളിമയുണ്ടാകണം, അവരുടെ വാക്കുകൾക്ക് ശുദ്ധതയുണ്ടാകണം, മാധുര്യമുണ്ടാകണം എന്നാണ്. അറിവ് നേടുന്ന കുഞ്ഞുങ്ങൾ അറിവ് നേടാൻ അവരെ സഹായിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോ തരത്തിലാണ് ഓരോ മനുഷ്യരും പ്രാർത്ഥിക്കേണ്ടത്. അക്കാര്യം പ്രത്യേകമായൊന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. സാധാരണ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, നവരാത്രി വരുന്ന സമയത്ത് 9 ദിവസങ്ങളിലും കുട്ടികൾക്ക് നോൺ വെജ് ഒന്നും കൊടുക്കില്ല. അവരോട് പറയും, നിങ്ങളാണ് സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം നിങ്ങളാണ് പഠിക്കുന്ന കുട്ടികൾ. ഞങ്ങളുടെ പഠനമെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് നോൺ വെജൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കുട്ടികളെ കൊണ്ട് മാത്രം നോൺ വെജ് കഴിപ്പിക്കാതിരിക്കും. പക്ഷെ അത് ശരിയല്ല. ഈ കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരുവൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവൻ്റെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അവസാനം അവനെ മോക്ഷത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി സരസ്വതീ ദേവിയെ എല്ലാവരും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. കാരണം കേവലം ഒരു ദേവി മാത്രമല്ല, ഒരു പുണ്യനദി കൂടിയാണ് സരസ്വതി. ഉത്തരേന്ത്യയിലൊക്കെ വളരെ കേമമായിട്ടാണ് വസന്ത പഞ്ചമി സരസ്വതി ജയന്തിയായി ആചരിക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ധർമ്മത്തെപ്പറ്റി അത്ര വലിയ അറിവുകളൊന്നുമില്ല. കുറേശ്ശെ നമ്മളത് പഠിക്കണം. എങ്കിൽ മാത്രമേ ശ്രേഷ്ഠമായ ആ സംസ്കാരത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഈ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി ആ ദിവസം അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.